ദിലീപ് കുമാർ ഭരണവിരുദ്ധ ഇല്ലാത്ത സാങ്കേതികമാണോ? എസ് കെ സാങ്കേതികമല്ല, ആന്റി ഇൻകംബൻസി ഉണ്ട്. അത് കാരണം എന്താണ്? എസ് കെ 99 നിന്നും ഇപ്പോൾ ദിലീപ് കുമാർ പറയുന്ന 69 സീറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ ഭരണവിരുദ്ധ എന്താണ് ആന്റി ഇൻകംബൻസി ഭരണാനുകൂല വികാരമാണോ? അല്ല. സർക്കാരിനെ ഇപ്പോൾ എസ് കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട LDF പ്രധാന വിഷയം എന്തായിരുന്നു? അതായത് പൊന്നുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കിയവരാണ് ഞങ്ങൾ. ഇവിടെ വികസനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ബാക്കി നേരത്തെ അസ്ത പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തവരാണ്. അത് മാത്രമല്ല, അതിന് മുമ്പുള്ള കാലം ഇരുണ്ട കാലമാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ജനം അത് മുഖവിലേക്ക് എടുത്തെങ്കിൽ വിശ്വസിച്ചെങ്കിൽ ഈ പറയുന്ന പൊന്നുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കിയ സർക്കാർ തുടരട്ടെ എന്ന് ആലോചിക്കല്ലേ ചെയ്യുക. മാത്രമല്ല ഒരു പോസിബിൾ നാശകാലത്തെ കൂടി എന്തിനാണ് ഇലക്ട് ചെയ്യുക? അങ്ങനെയല്ല, ജനം അത് വിശ്വസിച്ചില്ല. എനിക്ക് പറയാനുള്ളത് പല ഘടകങ്ങളുണ്ട്. അല്ല, ജനാധിപത്യത്തിൽ പല കാര്യങ്ങളുണ്ട്. ദിലീപിന്റെ ഒരു നിർവചനത്തില് ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് കൂടുതൽ സീറ്റ് കിട്ടിയാലാണ്. അതല്ല, ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് വലിയ തോതിലുള്ള സീറ്റ് കിട്ടണം, ഒരു വേലിയേറ്റമായിരിക്കണം അത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ സാങ്കേതികമായി ഇപ്പൊ നമ്മൾ പറയാറുണ്ടല്ലോ, ഇപ്പൊ 71 സീറ്റ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് കേരളത്തിൽ 71 സീറ്റാണ്. ആ 71 സീറ്റ് കിട്ടുന്നവർ അധികാരത്തിലെത്തും. ഒരുപക്ഷെ വോട്ട് വിഹിതം മറുവശത്തായിരിക്കാം എന്ന് കണക്കാക്കുക. പല മണ്ഡലങ്ങളിലെയും ഇതൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ LDFന് വോട്ട് വിഹിതം കൂടി, പക്ഷേ ഭരണത്തിലെത്തുന്നത് സാങ്കേതികമായി മണ്ഡലാടിസ്ഥാനത്തിലാണ്. 71 എന്ന മാന്ത്രിക സംഖ്യ മാത്രമാണ്. ചിലപ്പം ഒരു മണ്ഡലത്തിൽ ഒരു CPMന്റെ സ്ഥാനാർത്ഥിക്ക് ചിലപ്പോൾ ഒരുപാട് വോട്ട് കിട്ടിയേക്കാം, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് ഒരുപാട് വോട്ട് കിട്ടിയേക്കാം. അങ്ങനെ അവരുടെ സ്ഥാനാർത്ഥികൾക്ക് കിട്ടുന്നതാണല്ലോ നമ്മൾ ഈ വോട്ട് വിഹിതം എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ ഈ നാരോ മാർജിൻ ആവുമ്പോൾ, ഒരു ഭൂരിപക്ഷം മാത്രമാകുമ്പോൾ അതങ്ങനെ ആവണമെന്നില്ല. അതുകൊണ്ട് ജനാധിപത്യത്തിൽ എപ്പോഴും സംഖ്യയാണ് ഏറ്റവും പ്രധാനം. അതായത് ഈ പറയുന്ന കേവല ഭൂരിപക്ഷം 71 കടക്കുന്നു എന്നുള്ളതാണ്. അതിലെ ഈ പറയുന്ന വോട്ട് വിഹിതമോ അതൊന്നും ഒരു ഘടകമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വികാരമുണ്ടെന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആഞ്ഞടിക്കും. അത് ശക്തമായി തന്നെ ആഞ്ഞടിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് ആ നിലയിലാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നത്. നമ്മൾ അങ്ങനെ പറയേണ്ടത്. മറ്റേത് സാങ്കേതികമായി നമ്മൾ പറയേണ്ടത് ഭൂരിപക്ഷം. ഒരു സർക്കാർ തുടരണമെന്ന് ആഗ്രഹിച്ചാൽ, ഒരു സർക്കാർ തുടരണമെന്ന് വെച്ചാൽ ആ സർക്കാരിനെ കെട്ടിപ്പിടിക്കാൻ, ചേർത്ത് പിടിക്കാൻ മടിയില്ലാത്തവരാണ് കേരള ജനത എന്നതിന് കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ തുടർച്ച തന്നെയാണ് സാക്ഷ്യം. അതിന് കാരണം എന്താണ്? അതിന് കാരണം അല്ല, അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞത് നോക്കിയാണ് സാർ. ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഒരു 250-300 ബൂത്തുകൾ ഉണ്ടാവും, പോളിംഗ് ബൂത്ത് ഉണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കുക എസ് കെ, ഒരു ബൂത്തിൽ 2 പേർ മാറിയാൽ എത്രയായി അവിടുത്തെ ആ മണ്ഡലത്തിലെ തന്നെ ശരാശരി എന്ന് പറയുന്നത്. അപ്പൊ ആ നിലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ നമുക്കിത് കുറച്ചു നേരമായി നമുക്കൊന്ന് അല്ലേ ചളമായെന്നൊക്കെ പ്രേക്ഷകർ പറഞ്ഞു. ചളമായി എന്ന് അവർ പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ദിലീപ് പറഞ്ഞത് ഇൻവെർട്ടർ കോമായിട്ട് മനസ്സിലാക്കിക്കോളൂ. ഈ അളിഞ്ഞ രാഷ്ട്രീയം കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. വിറയ്ക്കുന്നുണ്ട് അവര്. അല്ല, ഞാൻ ദിലീപ് പറഞ്ഞത് നമ്മൾ മുഖവിലേക്ക് എടുക്കാം. അതായത് കേവലമായ ഒരു ഭൂരിപക്ഷമാണ് സംഖ്യ അക്കം എന്ന നിലയിൽ കിട്ടുന്നതെങ്കിൽ അതിനെ ഭരണവിരുദ്ധതയെ കാണാൻ കഴിയില്ല. വാദത്തിന് ഞാനത് സമ്മതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സാഹചര്യം എങ്ങനെ ഉണ്ടായി നോക്കാം. അതായത് രണ്ടാം പിണറായി വിജയൻ സർക്കാർ വന്ന ശേഷം ഇവിടെ ഒരുപാട് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. ഇപ്പോൾ എസ് കെ ഓർമ്മയുണ്ടല്ലോ, PT തോമസ് 2021 അദ്ദേഹം ജയിച്ചത് 14,329 വോട്ടിന്റെ ലീഡിനാണ്. അദ്ദേഹം മരിച്ച ശേഷം അദ്ദേഹത്തിന്റെ പത്നി ഉമാ തോമസ് മത്സരിച്ചപ്പോൾ ജയിച്ചത് 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ്. അതിനുശേഷം ഉമ്മൻചാണ്ടിയുടെ നിര്യാണം ഉണ്ടാകുന്നു. അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് 9,044 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ്. പിന്നീട് മകൻ ചാണ്ടി ഉമ്മൻ മത്സരിച്ചപ്പോൾ 37,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചു. പിന്നീട് നടന്ന ഇപ്പൊ പാലക്കാട് അടക്കം എല്ലാ ഇടങ്ങളിലും അന്നൊക്കെ സംസാരിച്ചപ്പോൾ ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടും എന്ന് ഈ CPMന്റെയും മുതിർന്ന ഇടതുമുന്നണിയിലെ നേതാക്കളെന്ന് അവകാശപ്പെട്ടത് നമ്മുടെ ഓർമ്മയിലുണ്ട്. അതിനുശേഷം പിന്നീട് 2024 ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു. 18 സീറ്റിൽ UDF ജയിച്ചു, ഒരെണ്ണം NDA കൊണ്ടുപോയി, ഒരെണ്ണത്തിലാണ് അന്ന് ഇടതുമുന്നണി ജയിച്ചത്. അപ്പോൾ അതിനുശേഷം പിന്നീട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെ UDFന് 38.81% വോട്ട് കിട്ടിയപ്പോൾ LDFന് കിട്ടിയത് 33.45%. അവിടെയും UDF ഇതൊക്കെ തന്നെ അന്താത് കാലങ്ങളിൽ സർക്കാരിനെതിരായിട്ടുള്ള വികാരം പല തരങ്ങളിൽ. പറഞ്ഞോട്ടെ, നിങ്ങൾ ഇത് പറയുമ്പോൾ മാത്രം പല ഘടകങ്ങൾ, ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ വന്ന സമയത്ത് പല ഘടകങ്ങൾ, ഇത് മാത്രം പല ഘടകങ്ങൾ. അപ്പോൾ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് എസ് കെ, ഞാൻ പറയുന്നത് സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ അവർക്ക് ഈ സർക്കാരിനോട് അതൃപ്തി ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുന്ന തെരഞ്ഞെടുപ്പായി മാറുകയാണ്. ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഇപ്പോൾ സർക്കാരിനോട് വികാരത്തെ കുറിച്ച് പറയുന്ന ഗോപി തന്നെ പറയുന്നുണ്ട് 2021 ഭരണ തുടർച്ച ഉണ്ടായത് പ്രത്യേക സാഹചര്യത്തിലാണ്. അതാണ് ഇതിൽ ഇരട്ടത്താപ്പ്. ഗോപി ഒരു മിനിറ്റ് ഹാഷ്മി, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അതായത് ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിൽ നിന്നും വീണ്ടും മത്സരിച്ച് ഭൂരിപക്ഷം അതിനേക്കാൾ കൂടുതൽ വർദ്ധിപ്പിച്ചു വരുന്ന സർക്കാരിനെ അപ്പോൾ ആ നിലയിൽ അംഗീകരിക്കേണ്ടത്. അപ്പോൾ അന്ന് എന്താണ് സംഭവിച്ചത്? പ്രതിപക്ഷത്തിനോടുള്ള എതിർവികാരം. അങ്ങനെയാണെങ്കിൽ
SK അന്ന് സർക്കാരിനോട് സ്നേഹം സർക്കാർ തുടരാൻ ജനം തീരുമാനം. ഇന്ന് സർക്കാരിനോട് ഇഷ്ടമില്ല, സർക്കാർ വേണ്ട, ജനം തീരുമാനം. ഒറ്റ കാര്യമുണ്ട്. അതായത് വി ഡി സതീശൻ പറയുന്നത് പോലെ തോൽപ്പിക്കലല്ല പ്രയാസം, തോറ്റുവെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് CB ദിലീപ് കുമാറിന്. എനിക്ക് ആ കാര്യത്തിൽ ഞാൻ ആ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.